സർ, അങ്ങ് ആവർത്തിച്ച് 3-4 പ്രാവശ്യം പറഞ്ഞു തെറ്റ് ചെയ്തവർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. സാർ, ഇത്രയും വർഷക്കാലം ഈ വിവരം മുഴുവൻ അറിഞ്ഞിട്ട് നിങ്ങൾ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് സാർ, ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് സാർ, ഇത്രയും ക്രൂരമായി കസ്റ്റോഡിയൽ ടോർച്ചർ നടത്തിയ, ഞെട്ടിക്കുന്ന രീതിയിൽ നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം, സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. അങ്ങ് എന്താണ് ഉത്തരം പറയുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ആ ചോദ്യം ചോദിച്ചു. ഞാനത് കേട്ടിരിക്കുകയല്ലേ, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം ഞങ്ങള് ഈ കുറ്റം ചെയ്താല് ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സാർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സാർ നോക്കണം, ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിലെ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിൽ ഉണ്ടായിട്ടുണ്ടാകുക. അപ്പോ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്? എന്നാൽ 2024 ഒക്ടോബർ വരെയാണ് ഞാൻ പറഞ്ഞത്, അവിടെ തീർന്നില്ല. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പൊ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തര മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയുമോ? സർ, 2016 മുതല് സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ, വിവിധ ഔദ്യോഗിക ഏജൻസികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. സർ, ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ്. ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ കേരളം പോലീസും രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. അതിൻ്റെ അർത്ഥം അഴിമതി തീരെ ഇല്ലാതായി എന്നാണോ? ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ
അത് കേരള പോലീസിന്റെ ആകെ മികവിന് ഇടിവായിട്ട് വരുമോ? അയാളെ മേലെ കർക്കശമായ നടപടി എടുക്കണം. ആ കർക്കശ നടപടിയിലേക്ക് നമ്മൾ നീങ്ങും. ഇത് തന്നെയാണ് ഓരോ കാര്യത്തിലും സംഭവിക്കുന്നത്. നിങ്ങള്